ഹലോ ഫ്രണ്ട്സ്, SMP ലൈഫ് സ്റ്റൈൽ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ മെഷീൻ ഇല്ലാത്തവർക്കും തയ്യൽ അറിയാത്തവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ടൂട്ടു സ്കേർട്ട് എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നാണ്. അപ്പോൾ നമ്മൾ മക്കളെ ബർത്ത്ഡേക്കൊക്കെ ഇത് പ്രത്യേകമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സാധാരണ ബർത്ത്ഡേ ഫംഗ്ഷൻ അങ്ങനത്തെ മക്കളെ പ്രത്യേക ഡേയ്സിനാണ് ഇതൊക്കെ എല്ലാവരും യൂസ് ചെയ്യൽ. പിന്നെ അതുപോലെ ഇതിന് നമ്മൾ പുറത്ത് നിന്ന് വാങ്ങുമ്പോൾ നല്ല റേറ്റാണ്. ഞാൻ ഒരുപാട് നെറ്റിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ ഒരുപാട് റേറ്റ് ഉണ്ട് ഇതിന്. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് വെറുതെ നമ്മൾ ക്യാഷ് ഒന്നും മുടക്കാതെ നമുക്ക് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റിയ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ടൂട്ടു സ്കേർട്ടാണ്. അപ്പോൾ ഇതൊരു സ്കേർട്ട് മോഡൽ തന്നെയാണ്. പക്ഷേ ഇത് നമുക്ക് മെഷീൻ്റെ ആവശ്യം, അതുപോലെ സൂചി നൂല് അങ്ങനെ ഒരു ആവശ്യവും ഇതിനില്ല. നമ്മൾ കൈകൊണ്ട് ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ ഡിസൈനിങ്, സിമ്പിൾ വർക്കാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്തെന്ന് നോക്കാം. ഞാൻ ഇത് മോക്ക് ബർത്ത്ഡേക്ക് വേണ്ടി ഡിസൈൻ ചെയ്തതായിരുന്നു. അപ്പോൾ ബർത്ത്ഡേ കഴിഞ്ഞ് 2-3 മാസമായിട്ടുണ്ട്. ഞാൻ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ എൻ്റെ മോളൊരു സ്കേർട്ടിൻ്റെ ഒരു ചെറിയ ഒരു അളവ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളുടെ മോളൊരു സ്കേർട്ടിൻ്റെ അളവ് എടുക്കുക. ഏകദേശം ഒരു 8-9 ഇഞ്ചാണ് ലെങ്ത്ത്. അതാണ് നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത്. പിന്നെ നിങ്ങൾ നിങ്ങളുടെ സൈസിനനുസരിച്ച് എടുക്കുക. മോളെ സ്കേർട്ട് ചിലപ്പോൾ വലുതും ചെറുതും എല്ലാം ഉണ്ടാകും. അപ്പോൾ നിങ്ങളുടെ പാകത്തിന് എത്രയാണോ സൈസ് എന്നുള്ളത് എടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഓവറായാൽ നമുക്ക് വേണമെങ്കിൽ ഒന്നായിട്ട് ഒരുമിച്ച് വെച്ച് വെട്ടി കൊടുത്താൽ മതി. ഒരിക്കലും കുറഞ്ഞു പോവേണ്ട. നിങ്ങളുടെ ഒരു സൈസ് എടുക്കുക. എന്നിട്ട് നമുക്കിത് 4ആയിട്ട് മടക്കിയിട്ട് ഇതിൻ്റെ മേലെ ഒന്ന് സ്കേർട്ടൊന്ന് വെച്ച് നോക്കുക. ഇതിൻ്റെ സൈസ് ഒന്ന് കറക്റ്റാണോ എന്ന്. എൻ്റെ സ്കേർട്ടിൻ്റെ സൈസ് ഇതിൽ കറക്റ്റാണ്. ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റവും ഇല്ല. ഇനി നമുക്കിത് വേണ്ടത് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ ഇതിൻ്റെ സൈസ് ഞാൻ പറഞ്ഞല്ലോ 9 ഇഞ്ചാണ്. പിന്നെ അതുപോലെ വിഡ്ത്ത് ഞാൻ 2 സെൻറ്റിമീറ്ററാണ് എടുക്കുന്നത്. എന്നിട്ട് ഓരോ പീസായിട്ട് ഇത് കട്ട് ചെയ്യുകയാണ്. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അങ്ങനെ ഇത് നമുക്ക് ആദ്യം കട്ട് ചെയ്യുക. ഇങ്ങനെ ഓരോ പീസായിട്ട് ഒരുപാട് പീസ് ഉണ്ടാവും നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് ഇതേ സൈസിൽ ഈ ഷോള് എല്ലാം കട്ട് ചെയ്തെടുക്കുക. പിന്നെ അതുപോലെ ഞാൻ ഈ ക്ലോത്ത് പ്രത്യേകമായിട്ട് മോക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചതൊന്നും അല്ല കേട്ടോ. ഞാൻ എൻ്റെ ലെഹങ്കൻ്റെ ഷോളാണ്. ഷോൾ വെച്ചിട്ടാണ് ഞാനത് ചെയ്യുന്നത്. പിന്നെ നെറ്റ് ഷോളാണ്, നെറ്റ് ക്ലോത്താണ് ഇതിന് ഏറ്റവും ഉചിതം. ഇനി വേണ്ടത് ഇത് 4ആയിട്ട് മടക്കിയതിന് ശേഷം വീണ്ടും മടക്കുക. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ മടക്കിയിട്ട് ഒന്നുകൂടെ മടക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ മടക്കുക. എന്നിട്ട് കട്ട് ചെയ്യുക. എന്നാൽ 1 ഇഞ്ചാണ് ഞാൻ ഇതിൻ്റെ കറക്റ്റ് സൈസ് എന്ന് പറയുന്നത്. ഒരുപാട് വിടുത്തുണ്ടായാൽ അത് അത്ര ഭംഗി തോന്നില്ല. നല്ല വീതി ആയാൽ ആ ഒരു ഭംഗി കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇനി വേണ്ടത് 2ആക്കി മടക്കിയിട്ട് അതിൻ്റെ സെൻറ്റർ കട്ട് ചെയ്യുക. അങ്ങനെ എല്ലാ പീസും ഇങ്ങനെ ചെയ്യുക. ഇതിൻ്റെ മെയിൻ വർക്കിംഗ് എന്ന് പറയുന്നത് ഈ പീസ് കട്ട് ചെയ്യുന്ന ഒരു മെയിൻ കാര്യമാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് അങ്ങനെ 2 ഇഞ്ച് വിടുത്തുള്ള ആ ഒരു പീസ് എടുത്തിട്ട് നിങ്ങൾ അതിൻ്റെ അളവ് എടുക്കുക. സെൻറ്റർ മടക്കിയതിന് ശേഷം ഒരു 8 ഇഞ്ച് അവിടെ നിന്ന് സെൻറ്ററിൽ നിന്ന് 8-9 ഇഞ്ച് നിങ്ങൾ അടയാളപ്പെടുത്തുക. എന്നിട്ട് ആ അടയാളം ഒന്നുകൂടെ ഒന്ന് ശരിക്കൊന്ന് ലൈന് നെറ്റിലാവുമ്പോൾ ശരിക്കും കാണില്ല. ആ ഒരു സൈസാണ് നിങ്ങളുടെ മോളെ വിടുത്ത്, അതായത് അരയുടെ സൈസ് എന്ന് പറയുന്ന ആ ഒരു സൈസാണ്. ഞാൻ എൻ്റെ മോളുടെ സൈസാണ് ഇപ്പോൾ എടുത്തത്. ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ ഇനി ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ അര ടൈറ്റാക്കുന്നതും, അതായത് നമ്മൾ പാൻറ്റിനൊക്കെ കയറൊക്കെ കെട്ടുന്നില്ല, അതുപോലെ ഇതിന്മേൽ വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 18 ഇഞ്ചാണ്, അതായത് നമ്മൾ 9-8.5 ഇഞ്ചാണ് എടുത്തത്. 8-9 ഇഞ്ചോ എടുക്കുക. അപ്പോൾ ഒരു 18 ആയിരിക്കും. ഇനി വേണ്ടത് അതിൽ നിന്ന് നമ്മൾ 1 ഇഞ്ച് വീതിക്ക് കട്ട് ചെയ്ത് ആ ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ ചെയ്യുക. കണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലാക്കിയിട്ട് ഇങ്ങനെ പുറത്തേക്ക് അതിൻ്റെ 2 അറ്റവും ഉള്ളിലൂടെ എടുത്ത് മാറ്റുക. പിന്നെ അതുപോലെ 2 അറ്റവും നിങ്ങൾ കഴിയുന്നതും ഒരുമിച്ച് വെക്കാൻ ശ്രമിക്കുക. പിന്നെ അത് ഒരുമിച്ചല്ല നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ എല്ലാം ഒരുപോലെ വെച്ചിട്ട് കട്ട് ചെയ്താൽ മതി. കഴിയുന്നതും നിങ്ങൾ ഒരുപോലെ വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യം ഇത് കെട്ടാനുള്ളൊരു ഇതുമേൽ വെച്ചിട്ട് ചെയ്യാനുള്ള ആദ്യ ഒരു കയറ് നിങ്ങളൊരു 18 ഇഞ്ച് ഉള്ള ഒരു കയറ് എടുക്കുക. എന്നിട്ട് അതിൽ വെച്ചിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തത്. നിങ്ങൾ പിന്നീട് കുറച്ച് ലെങ്ത്തുള്ള കയറിനെ എടുത്തിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. കയറ് മീൻ ഉദ്ദേശിച്ച് ഈ ക്ലോത്ത് വെച്ചിട്ട് തന്നെ, അല്ലെങ്കിൽ ഇലാസ്റ്റിക് വെക്കാം.
അപ്പോൾ നമുക്ക് എത്ര ടൈറ്റ് ആയാലും അത് ലൂസായിട്ട് നമ്മളെ മോക്ക് കെടുക്കും. പക്ഷേ എനിക്ക് ഇലാസ്റ്റിക് ഒട്ടും താല്പര്യമില്ല, കാരണം അതൊരു അവർക്കൊരു അരയിൽ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇത് നമുക്ക് ഇഷ്ടത്തിന് കെട്ടുകയും ചെയ്യുക, ടൈറ്റ് ആക്കുകയും ചെയ്യുക. അപ്പോൾ ഞാൻ ഇങ്ങനെ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുക. കണ്ടല്ലോ, ഇതൊരു ബുക്കാണ്, ഞാൻ എൻ്റെ റെക്കോർഡിൻ്റെ ഒരു ബുക്കാണ്. അപ്പോൾ നിങ്ങളൊരു പാകത്തിന് ഈ കയറ് കെട്ടാൻ പറ്റിയ ഒരു പാകത്തിനുള്ള ബുക്കുമേലോ അല്ലെങ്കിൽ കസേര ചെയർമലൊക്കെ പറ്റും കേട്ടോ. ഇങ്ങനെ കെട്ടാൻ പറ്റിയ രൂപത്തിലുള്ള ബുക്സ് എന്തെങ്കിലും എടുത്ത് ചെയ്യുക. ഇനി ഞാൻ എൻ്റെ അടുത്ത് പീസ് കുറച്ചും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ വീണ്ടും ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾ നോക്കുക എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് എന്ന്. എന്നാൽ അത് നമുക്ക് പുറത്തേക്ക് നല്ലൊരു ഭംഗി ആയിരിക്കും. കാണുമ്പോൾ തിങ്ങി തിങ്ങി നിൽക്കുമ്പോൾ നല്ലൊരു ബ്യൂട്ടി ആയിരിക്കും. കണ്ടല്ലോ, നിങ്ങൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ട് ഇടയിലൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അങ്ങനെ എല്ലാ പീസും നിങ്ങൾ ഇതുപോലെ ചെയ്തെടുക്കുക. ഇനിയും ക്ലോത്ത് ബാക്കിയുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. പിന്നെ അതുപോലെ ഞാൻ ഇതൊക്കെ ഹെഡ് ബാൻഡ്, പിന്നെ അതുപോലെ കാലിലൊരു ബയർ ഫൂട്ട്, കാലിലൊരു ഡിസൈൻ ചെയ്ത് കണ്ട് ചെരുപ്പിൻ്റെ സ്ഥാനത്ത് വേറൊരു ബയർ ഫൂട്ട് എന്ന് പറയും. ചിലർക്ക് അതെന്താണെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ അതിക്കും കൂടിയുള്ളത് മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഇത് ഡിസൈൻ ചെയ്യുന്നത് കേട്ടോ. കണ്ടല്ലോ, ഇപ്പം ഞാൻ കുറച്ചും കൂടെ തിങ്ങി തിങ്ങി നിന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അഴിച്ചു മാറ്റാം. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ചോദിക്കുക. എനിക്ക് ഞാൻ എന്തെങ്കിലും പറയാൻ മറന്നു പോയതുണ്ടെങ്കിൽ. എന്നിട്ട് ഇവിടെ ഒരു കെട്ട് കൊടുക്കുകയാണ് ചെയ്യൽ. നിങ്ങൾ മോള അരയിൽ വെച്ചിട്ട് കെട്ട് കൊടുക്കുക. അപ്പോൾ ഒന്നെങ്കിൽ ടൈറ്റോ അല്ലെങ്കിൽ ലൂസോ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് അഴിച്ചുകാണ്ട്, ഒന്നെങ്കിൽ ടൈറ്റ് ആണെങ്കിൽ അഴിച്ചുകാണ്ട് ഇങ്ങനെ ലൂസാക്കി കൊടുക്കുക, അല്ലെങ്കിൽ അതിൽ നിന്ന് മാറ്റിയിട്ട് ഉള്ളിലാക്കിയിട്ട് വീണ്ടും ഒന്നുകൂടി ഡിസൈൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് കളയുടെ തെർമോക്കോൾ, അതായത് തെർമോക്കോൾ ബോൾസ് ഉണ്ടാവും. ഒള്ളി വെള്ള കളറുള്ളത്, വെള്ള കളർ ഒറ്റക്കുള്ളത് ഉണ്ടാകും. ഇത് മൾട്ടി കളേർഡ് ആയിട്ടുള്ള തെർമോക്കോൾ ബോൾസാണ്. ഇതിന് ഒരു പാക്കറ്റിന് 30 രൂപയാണ് തോന്നുന്നു. എനിക്ക് ശരിക്കൊരു കറക്റ്റ് ഓർമ്മയില്ല. ഇത് ഈ പാക്കറ്റ് ഫുള്ളൊന്നും നമുക്ക് ആവശ്യമേ ഇല്ല, വെറുതെയാണ്, വേസ്റ്റ് ആകും. അപ്പോൾ കുറച്ച് ചെറിയൊരു പാക്കറ്റ് ഇട്ടാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് ഞാൻ ഇതിൻ്റെ സെൻറ്റർ ഒരു ബോൾ എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ കട്ട് ചെയ്തിട്ട് അങ്ങനെ ഓരോന്നായിട്ട് ഓരോ ഭാഗത്തും ഇങ്ങനെ ഗമ്മ് വെച്ചിട്ട് ഞാൻ ഒട്ടിച്ചെടുക്കുകയാണ്. ഇത് ഫാബ്രിക് ഗ്ലൂ ആണ്. നമ്മളെ ഡ്രസ്സിലൊക്കെ ഇങ്ങനെ ഉപയോഗിക്കുന്ന സാധാ ഫാബ്രിക് ഗ്ലൂ ആണ്. അങ്ങനെ ഞാൻ ഇത് സ്കേർട്ടിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇത് ഞാൻ ഡിസൈൻ ചെയ്തെടുക്കുകയാണ്. മൊത്തത്തിൽ ഒരുപാട് ചെയ്തെടുക്കരുത്, അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി പോകും. അവിടെ ഇവിടെയൊക്കെ ഇടയിലായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ എങ്ങനെയെങ്കിലും അത് ഗമ്മ് ചെയ്താൽ മതി. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, എങ്ങനെയെങ്കിലും ഒട്ടിച്ചെടുക്കുക, അതാണ് മെയിൻ കാര്യം. പിന്നെ നെറ്റ് ആയതുകൊണ്ട് ഗമ്മ് അതിൽ പിടിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഉണങ്ങാൻ റെസ്റ്റ് കൊടുക്കണം. ഒരുമിച്ചിട്ട് എല്ലാം ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, 1-2 ചെയ്താൽ തന്നെ മനസ്സിലാവും അതിൻ്റെ ടൈം എത്രത്തോളം എടുക്കുമെന്ന്. അതിനനുസരിച്ച് നിങ്ങൾ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഈ ബോൾസ് വെച്ചിട്ട് ചെയ്യാൻ ആഗ്രഹമില്ലെങ്കിൽ അത് വേണ്ട, അതൊരു പ്രശ്നമൊന്നുമില്ല. ഞാൻ ഇങ്ങനെ ചെയ്താലോ എന്ന് വിചാരിച്ചു, അതുകൊണ്ട് ഇങ്ങനെ ചെയ്തു, അത്രയേ ഉള്ളൂ. അല്ലാതെ ഈ ബോൾസ് വെച്ച് കണ്ട് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള മെയിൻ കാര്യം ഈ നെറ്റ് ക്ലോത്താണ്. ഇതിൽ നിർബന്ധമാണ് നെറ്റ് ക്ലോത്ത്. അപ്പോഴാണ് അതിനൊരു പ്രത്യേക ഒരു ബ്യൂട്ടി ഉണ്ടാവുക. അപ്പോൾ ഞാൻ നെറ്റ് ക്ലോത്ത് മെയിനായിട്ട് ഇതിന് ഞാൻ പുറത്ത് നിന്ന് ക്യാഷൊന്നും മുടക്കിയിട്ടൊന്നും വാങ്ങിച്ചിട്ടില്ല. എൻ്റെ ലെഹങ്കൻ്റെ ഷോളാണ്. അപ്പോൾ നിങ്ങളടുത്ത് അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കാത്ത നെറ്റ് ഷോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. പിന്നെ ഒരു ഷർട്ട് വേണം. പിന്നെ അതുപോലെ ഞാൻ ഹെഡ് ബാൻഡ് ഡിസൈൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോ ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യാം. പിന്നെ അതുപോലെ ഇത് കുറച്ച് ദിവസമായി ഞാനിത് വീഡിയോ എടുത്ത് വെച്ചിട്ട്, അപ്പോൾ എൻ്റെ ഫോണിലെല്ലാവരും ലാപ്ടോപ്പിലായതുകൊണ്ട് എനിക്ക് കയറ്റി ഇതിൽ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റായി പോയിട്ടുണ്ട്. അപ്പോൾ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളൊക്കെ ആയിക്കണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഈ സ്കേർട്ടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. നിങ്ങൾ കെട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളെ സ്കേർട്ട് ഡിസൈൻ ചെയ്യുന്ന വീഡിയോ
ഇതാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ്സ് അയക്കാം, അതുപോലെ മെയിലായിട്ട് അയക്കാം. അപ്പോൾ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഒരിക്കലും നിങ്ങൾ പുറത്ത് പോയി വെറുതെ നിങ്ങളെ മകളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് പുറത്ത് പോയി ഡ്രസ്സൊന്നും വാങ്ങിക്കേണ്ട ഒരാവശ്യവുമില്ല. നമുക്ക് വീട്ടിൽ തന്നെ സ്വയം ഡിസൈൻ ചെയ്യാം, വെരി ഈസി. പിന്നെ അതുപോലെ മെഷീൻ്റെ ആവശ്യമില്ല. തയ്യൽ അറിയാത്തവർക്കും എല്ലാവർക്കും ഇത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു കാര്യമാണ്. പിന്നെ അതുപോലെ മെയിനായിട്ട് ഫങ്ഷനൊക്കെ എല്ലാവരും അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു മോഡൽ തന്നെയാണ് ടൂട്ടു സ്കേർട്ട്. ഒരു മെയിനായിട്ട് പാർട്ടിക്കൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ ഫ്രണ്ട്സ്, താങ്ക് യു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ അതുപോലെ ടൂട്ടു സ്കേർട്ട് ഇപ്പോൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞത്. ഇനി ഷർട്ട് ഉണ്ട്, ഹെഡ് ബാൻഡ് ഉണ്ട്, പിന്നെ അതുപോലെ കാലിൽ ബെയർ ഫൂട്ട് പറഞ്ഞൊരു സംഗതിയുണ്ട്. നിങ്ങൾക്കതെന്താ മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ ഇതിൽ ഫോട്ടോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. മോളെ കാലിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഓക്കെ, ബൈ ഫ്രണ്ട്സ്, താങ്ക് യു.